ന്യൂസ് മലയാളത്തിൽ ലഭിച്ച ഏറ്റവും എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പ്രതികളുടെ കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഈ വാർത്ത ന്യൂസ് മലയാളം ബ്രേക്ക് ചെയ്യുകയാണ്. നാമക്കലിൽ പ്രതികൾ തൃശ്ശൂരിൽ നിന്ന് കവർച്ച നടത്തിയ ശേഷം നാമക്കൽ കരൂർ ദേശീയപാത വഴി നാമക്കലിലേക്ക് പോകുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് ആദ്യം ഒരു അപകടമായിരുന്നു. ഈ വാഹനത്തിന്റെ അമിത വേഗത കാരണം ഈ വാഹനം നാമക്കൽ ദേശീയപാതയിൽ പ്രാദേശികമായി രണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ ബൈക്കുകൾ ഇടിച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബൈക്ക് ഇടിച്ചിട്ട് യാത്ര തുടർന്ന കണ്ടെയ്നർ ലോറിയെ നാട്ടുകാർ തടഞ്ഞപ്പോഴാണ് ഇതൊരു വലിയ ഗുരുതരമായ വിഷയത്തിലേക്ക് മാറുന്നത്. ഈ വാഹനം ബൈക്കുകൾ ഇടിക്കുന്നു. അതിനുശേഷം നാട്ടുകാർ ഈ വാഹനത്തെ പിന്തുടർന്ന് തടഞ്ഞിടുകയായിരുന്നു. തടഞ്ഞിടുമ്പോൾ പ്രതികളും ഈ വാഹനം ഓടിച്ചിരുന്ന പ്രതികളും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്നു. അത് പ്രതികളെ നാട്ടുകാർ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി മർദ്ദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ന്യൂസ് മലയാളം ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ പ്രതികളെ ലോറിക്കുള്ളിൽ നിന്ന് കണ്ടെയ്നറിനുള്ളിൽ നിന്ന് നാട്ടുകാർ പിടിച്ചിറക്കി മർദ്ദിക്കുന്നതിനിടെയാണ് പോലീസ് എത്തുന്നത്. പിന്നീടാണ് പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടി പോലീസുമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പോലീസിന്റെ ഏറ്റുമുട്ടലിലാണ് ഒരു പ്രതി കൊല്ലപ്പെടുന്നത്. മറ്റൊരാൾക്ക് കാലിന് താഴെയാണ് വെടിയേറ്റിട്ടുള്ളത്. അതിനുശേഷമുള്ള 4 പേരെയും അപ്പോഴേക്ക് നാട്ടുകാർ മറ്റ് 4 പേരെയും വാഹനത്തിലുണ്ടായിരുന്ന 4 പേരെയും പോലീസ് എത്തിയും നാട്ടുകാർ ചേർന്നും പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് കരൂരിൽ നിന്ന് നാമക്കലിലേക്കുള്ള ദേശീയപാതയിലാണ് ഈ അപകടം ആദ്യമുണ്ടാകുന്നത്. ഇത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ രാജസ്ഥാനിലാണ് ഉള്ളത്. ഈ ട്രെയിലറിന്റെ രജിസ്ട്രേഷൻ രാജസ്ഥാൻ സംസ്ഥാനത്തുള്ള രജിസ്ട്രേഷനാണ്. രാജസ്ഥാനിലുള്ള വാഹനമാണിത്. പ്രതികൾ ഹിന്ദി സംസാരിക്കുന്നവരാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രദേശവാസികൾ നൽകുന്ന വിവരമനുസരിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഇവർ ഹിന്ദിയിൽ നാട്ടുകാരോട് വളരെ മോശമായി പ്രതികരിക്കുകയും നാട്ടുകാർ ഇവരെ പിടിച്ചെടുക്കുമ്പോൾ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് എത്തി ഇത് നേരിടാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് വലിയ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്നത്. ഈ കണ്ടെയ്നറിനുള്ളിലായിരുന്നു ഒരു കാർ ഉണ്ടായിരുന്നത്. കാറിനുള്ളിലാണ് പണം ഉണ്ടായിരുന്നത്. അത് കേരളത്തിൽ നിന്നുള്ള പണമാണ്, തൃശ്ശൂരിൽ നിന്ന് കവർച്ച നടത്തിയ പണമാണ് എന്ന് കേരളത്തിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് കേരള പോലീസും തമിഴ്നാട് പോലീസും ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം നാമക്കലിലേക്ക് ഉടൻ തന്നെ യാത്ര പുറപ്പെടുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതികൾ വളരെ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതീവ പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു കവർച്ചയാണ് നടന്നത്. കാരണം ട്രെയിലറിനകത്ത് കാർ സൂക്ഷിച്ച് കാറിനകത്ത് പണം കയറ്റിയ ശേഷം ട്രെയിലർ ഇവിടുന്ന് സംസ്ഥാനം കടത്തി കേരളത്തിന്റെ അതിർത്തി കടത്തി മറ്റ് സംസ്ഥാനത്തേക്ക് പോകുന്നതിനുള്ള യാത്രയായിരുന്നു. ആ യാത്രയ്ക്കിടയിലാണ് യാദൃശ്യമായെങ്കിലും അപകടം ഉണ്ടാകുന്നത്. അത് അമിത വേഗതയിലായിരുന്നു ഈ വാഹനം. ഈ ട്രെയിലർ കണ്ടെയ്നർ ലോറി അമിത വേഗതയിലായിരുന്നു. ആ അമിത വേഗതയാണ് അപകടത്തിന്റെ നാട്ടുകാരുമായി ഉണ്ടായ സംഘർഷത്തിന്റെ കാരണം. 2 ബൈക്കുകൾ ഇടിച്ചിടുന്നു. അതിനുശേഷം നാട്ടുകാരുമായി സംഘർഷം ഉണ്ടാകുന്നു. നാട്ടുകാർ ഈ വാഹനം തടഞ്ഞിടുന്നു. ആ വാഹനത്തിൽ നിന്ന് പ്രതികളെ പിടിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പോലീസ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ആ ഏറ്റുമുട്ടലിലാണ് ഒരാൾ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഒരാൾക്ക് പരിക്കേൽക്കുന്നു. ഈ ഏറ്റുമുട്ടലിലൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. നാട്ടുകാരുടെ സാന്നിധ്യവും പോലീസിന്റെ ഇടപെടലുമാണ് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പണം കവർന്ന് കണ്ടെയ്നറിനകത്ത് കണ്ടെയ്നറിനുള്ളിൽ സൂക്ഷിച്ച കാറിനകത്ത് പണം ഉൾപ്പെടുത്തി അത് കേരളത്തിന്റെ അതിർത്തി കടന്ന് കൊണ്ടുപോകാനുള്ള ശ്രമം ഏതാണ്ട് നാമക്കലിൽ വെച്ച് തടയുന്നു. അതിലൊരാൾ പ്രതികൾ കൊല്ലപ്പെടുന്നു.